പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവ തിരുസന്നിധി സമ്പന്നനാകാൻ എന്നാ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും, അതായത് ഇപ്പം നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങളെ രണ്ടായിട്ട് വേണേൽ തിരിക്കാൻ നമുക്ക്. അതായത് നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. നമ്മുടെ ഇഷ്ടവും ഇപ്പോൾ മത്തായിയുടെ സുവിശേഷമൊക്കെ നമ്മൾ 6:9 പറയുമ്പോൾ അവർ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ന് വേണ്ട ആഹാരം എന്നുള്ള പ്രാർത്ഥനയില്ലേ, 6:9, 6:10, 6:11, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഈ അന്നു വേണ്ട ആഹാരം പോലും 2 ആഹാരമുണ്ട്. എന്താണ്? ഈശോ പറഞ്ഞ 4:32 ഒരു ആഹാരമുണ്ട്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയത്തില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. കർത്താവ് ആ സമരക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് വന്ന് പറഞ്ഞില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. അപ്പോഴീശോ എന്നാ പറയണത്? നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടാകും. പിന്നീട് ഈശോ അത് റെക്ടിഫൈ ചെയ്യും. എന്താണ് അറിയാത്ത ഭക്ഷണം എന്ന് പറയണത്? എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദ ലോർഡ്. അപ്പം ദൈവേഷ്ടം എന്ന് പറയുന്നത് ആഹാരമാണ്, ശരിക്കും ആത്മാവിൻ്റെ ആഹാരമാണ്. അപ്പം അന്നു വേണ്ട ആഹാരമെന്ന് നമ്മൾ 6:10-11 മത്തായി ശ്ലീഹ പറയുമ്പോൾ ആ അന്നു വേണ്ട ആഹാരത്തിൽ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് ഭൗതിക ആഹാരവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആത്മീയ ആഹാരവുമാണ്. കർത്താവേ, അതുകൊണ്ട് ഈ ആത്മീയ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റിയാൽ നമുക്ക് ആത്മാവിന് പറ്റുന്ന ആഹാരമാകും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ, ഇപ്പോൾ ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഇപ്പോൾ നാം 51 വചനം തൊട്ട് അവസാനം വരുമ്പോൾ 59 വരുമ്പോഴേ, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ, ഈ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ ജനം എന്താണ് 6:59 ഇപ്പോൾ ചോദിക്കണത്? ദൈവഹിതമനുസരിച്ച് അപ്പമാണത്, ശരിക്കും ആത്മാവിൻ്റെ അപ്പമാണത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തോരൊരു ജനതയാണ്! ഈശോയുടെ കാലത്തുണ്ടാകുന്ന പ്രബുദ്ധമായ ഒരു സദസ്സാണ്. അവരുടെ റെസ്പോണ്ടിങ് കണ്ടില്ലേ? ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരുടെ ജാഗ്രത കണ്ടില്ലേ? വാട്ട് വി ഷുഡ് ഡു ഫോർ അഡ്ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ ദൈവവചനത്തിന് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ. എൻ്റെ മക്കളെ, ഇത് കറക്റ്റ് ആധ്യാത്മികതയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനം ഇപ്പോൾ കുർബാന കഴിയുമ്പോഴായാലും ശരി, സുവിശേഷം കഴിയുമ്പോഴായാലും ശരി, ആരാധന കഴിയുമ്പോഴായാലും ശരി, പരിശുദ്ധാത്മ നിറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാൻ കഴിഞ്ഞാൽ, കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അഥവാ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യു വിൽ ബി എൻറിച്ച്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവതിരുസന്നിധി സമ്പന്നനാകും. അങ്ങനെയാണ് ദൈവതിരുസന്നിധി ഒരു ആത്മാവ് സമ്പന്നമായി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ അന്ന് വേണ്ട ആഹാരമായി ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുന്ന അവസരങ്ങളെ അങ്ങേ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളായി കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിക്കുവാൻ, അങ്ങേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് കർത്താവ് അവസാനമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? ആരോട് ചോദിക്കണേ?
പത്രോസിനോട് ചോദിക്കും അല്ലേ? അതിനെല്ലാം പത്രോസ് കൃത്യവും വെടിപ്പായിട്ടുള്ള ആൻസർ പറയും. അവൻ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായി ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അന്ത്യകാലം വരെ സംഭവിച്ച ഓരോ മുഹൂർത്തമുണ്ട്. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ അവനെ സമ്പന്നനാക്കിയ ദൈവേഷ്ടം നിർവഹിച്ച നിമിഷങ്ങളായത് കൊണ്ടാണ് അവൻ ബോൾഡായിട്ട് പറയും, ജീസസ് യു നോ ഓൾ തിങ്സ്. കർത്താവേ, നിനക്കെല്ലാം അറിയാമെന്ന് പറയും. നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴീശോ അവനെ ആധ്യാത്മിക അധികാരങ്ങളെ കൊണ്ട് അവനെ നിറക്കും. അവൻ്റെ ആത്മാവിനെ അധികാരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. കൃപ കൊണ്ട്. കൃപയാണ് ഒരു മനുഷ്യൻ്റെ അധികാരമെന്ന് പറയണത്. അതുകൊണ്ട് പറയാം, നീ ഇനി നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കുമെന്ന് പറയും. ദാറ്റ് ഈസ് പവർ. നിൻ്റെ വചനത്തിന് ഇനി ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കും. ദാറ്റ് ഈസ് പവർ. നീ ഭൂമി കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. അതാണ് കൃപയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വചനത്തിന് ദൈവനാമത്തിൽ പറയുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ കരുത്ത് കിട്ടാവും. അങ്ങനെയാണ് ദൈവത്തിരുസ് സമ്പന്നനാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ സമ്മർദ്ദം അനുസരിച്ച് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ ബി പോവാ, നമ്മൾ ദരിദ്രരായി മാറും. ദൈവദേശത്തിന് നാം സമ്പന്നരാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വചനത്തിനും ദൈവവചനത്തിൻ്റെ മാന്യത ദൈവം കൽപ്പിച്ച് നൽകണം. അതുകൊണ്ടാണ് മുടന്തൻ കൈ നീട്ടുമ്പോൾ 10 ദിവസം പറയത്തില്ലേ, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. 3:6 നടപടി പുസ്തകം. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്തിനാണ്? സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. അതെന്ത്? അവൻ ചാടി എഴുന്നേക്കും. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിച്ചു. അതാണ് അവൻ ഭൂമിയിൽ കെട്ടിയത് ദൈവം സ്വർഗത്തിൽ കെട്ടി. അവൻ ഭൂമിയിൽ അഴിച്ചു. ആ മുടന്ത് അഴിച്ചു മാറ്റി. ദൈവവും അത് സ്വർഗത്തിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ ദൈവ തിരുസി 12:21 അനുസരിച്ചുകൊണ്ട് ലൂക്കാൻ്റെ സുവിശേഷം 12:21 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ സമ്പന്നരാകണത് എപ്പോഴാണ്? അതിൻ്റെ അടയാളം എന്താണ്? നമ്മുടെ വാക്കിന് ദൈവവചനത്തിൻ്റെ പവർ ദൈവം കൽപ്പിച്ച് നൽകും. എപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ച് നൽകണത്? ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചോദിച്ചാൽ മതി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ ഒറ്റ പ്രാവശ്യം പറയുന്നതിന് പകരം ഈശോ 3 പ്രാവശ്യം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പം അങ്ങനെ നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും നടക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സുവിശേഷ വിഹിതമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നീയും ഭാര്യയും ഭർത്താവുമായിട്ട് മാനസികമായിട്ട് അകന്ന് കഴിയുക. ഒന്നെങ്കിൽ ഭാര്യയുടെ കയ്യിലാണ് മിസ്റ്റേക്ക്, അവളുടെ തന്നെ ഇഷ്ടമോ തോന്നിയവാസമോ, അത് നിന്നെ മാനിക്കാത്ത അവസ്ഥയാകാം. ചിലപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. അയാൾ ചിലപ്പോൾ വൈഫിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ അങ്ങനെ ചെയ്തൊക്കെ നിനക്ക് വിഷമമായി. അപ്പം നിന്നോടത് സങ്കടത്തോടെ അത് അനുരഞ്ജനപ്പെടാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റാതെ വരണത്. അങ്ങനെ ഈശോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റണത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭർത്താവ് ഇങ്ങനെ കുറച്ച് ചുറ്റിക്കളി അവിടെ പോയി, അയാൾ മനഃപൂർവ്വമല്ല ചെന്ന് ചാടിയാണ്. ഈ കാലത്ത് എന്നൊക്കെ പറയണത് ചാടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ. ചെറിയൊരു മെസ്സേജ് ഹൈ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ചില ആൾക്കാർ അവർക്കൊരു ടൈം പാസ് പോലെ ചെന്ന് ചാടിയാൽ പിന്നെ അവിടെ നിന്ന് ഊരിക്കൊണ്ടു പോരാൻ വലിയ പാടായിരിക്കും.
അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴൊക്കെ ചില കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും നീ ചോദിക്കണം. അപ്പം നിനക്ക് ഭർത്താവിനോട് സംസാരിക്കാനോ നിന്നെ കുടുംബമായിട്ട് പഴയ സ്നേഹത്തിൽ ജീവിക്കാനോ കുടുംബ പ്രാർത്ഥന ചെല്ലാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നിൻ്റെ ഹൃദയം കനച്ച് നീ മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ. പക്ഷേ അയാളല്ലേ തെറ്റ് കാണിച്ചത്, അയാളിങ്ങനെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ബലം പിടിച്ച് ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ യെസ് മൈ ലോർഡ്, ഓ കർത്താവ് എന്ന് പറയുമ്പോഴേ അപ്പോൾ കർത്താവിൻ്റെ നാമത്തിനാണ്, ദൈവവചനത്തിനാണ് നീ വില കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തിന് നീ വില കൊടുത്താൽ കാലാന്തരത്തിൽ നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ വിലയായി അത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ചില അമ്മമാരൊക്കെ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞിന് 102 പനിയായിരുന്നു, രാവിലെ ലോക്ക്ഡൗൺ ആയിരുന്ന കാരണം ആശുപത്രി തുറക്കത്തില്ല. അപ്പം ആശുപത്രി തുറക്കാത്തത് കാരണം ഞാൻ തന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛാ എന്നാ അത്ഭുതം! വിശ്വാസപ്രമാണം തീർന്നപ്പോൾ തന്നെ കൊച്ചു വെട്ടി വേർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ്. എന്താ കാര്യം? അവളുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ പവർ കിട്ടിയിരിക്കുന്നു. യേശു ഉദ്ദേശിക്കുന്നത് അതാണ്. ഇങ്ങനെയാണ് ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ സമ്പന്നനാകണത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സുഭദ്രാമ്മ. ഞാൻ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയിൽ ചെയ്ത ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാൻ വന്നതാണ്. ഞാനൊരു ഹിന്ദുവാണ്. 18 വർഷമായി സപ്ലൈകോയിൽ എനിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായി ജോലിയില്ല. കഴിഞ്ഞ നവംബർ മാസം 11-ാം തീയതി അച്ഛൻ്റെ ആരാധനയിൽ എനിക്ക് എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ടായി. 11-ാം തീയതി രാത്രിയിൽ 9 മണിക്ക് എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ ആരാധന കാണും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട്. ആ ആരാധനയിൽ പറയുകയാണ്, എസ് എന്ന ആദ്യാക്ഷരം തുടങ്ങുന്ന ഒരു വ്യക്തിയെ ഈശോ കാണിക്കുന്നു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. 8 എന്ന് കാണിക്കുന്നു. 8 ദിവസം കൊണ്ട് എന്തോ ഒരു വലിയ കാര്യം അവർക്ക് നടത്തി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ ഇതെൻ്റെ കാര്യമാകണേ. എൻ്റെ കുട്ടികളുടെ 2 റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ആ റിസൾട്ടായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മരുമകൾ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ നമ്മളുടെ കാര്യമായിരിക്കും പറഞ്ഞത്, നിങ്ങളുടെ 2 പേരുടെയും റിസൾട്ടായിരിക്കും പറഞ്ഞത്. ഈശോ ഇങ്ങനെ എൻ്റെ പേരെടുത്ത് പറയുന്നു 8 ദിവസമെന്ന്. അതിന് ശേഷം ഞങ്ങൾ ഉറങ്ങി. പിന്നെ അത് മറന്നുപോയി. അതിൻ്റെ 3-ാം നാൾ എൻ്റെ വീട്ടിൽ വലിയൊരു സംഭവമുണ്ടായി. എനിക്ക് 30 വർഷമായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി, ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു 30 വർഷത്തിന് മുമ്പ്. വീട്ടിലേക്ക് ഒരു വഴി എഴുതി വാങ്ങി ഇല്ല. അത് കേസിൽ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. വഴിക്ക് വേണ്ടി 3 സെൻറ്റ് സ്ഥലം വാങ്ങി എൻ്റെ ഭർത്താവ് തന്നു. അത് റോഡാക്കി. അതിനുശേഷം അതിൻ്റെ ബാക്കി അത് എഴുതി വാങ്ങിയില്ല. കേസിൽ കിടന്ന നിലമായിരുന്നു ഞങ്ങൾ റോഡിന് വേണ്ടി എടുത്തത്. അതിൻ്റെ ബാക്കി ഒരു വില്ലേജ് ഓഫീസർ ആ സ്ഥലം വാങ്ങി. ഇപ്പോഴയാൾ കഴിഞ്ഞ മാസം നവംബർ മാസം 11-ാം തീയതി കഴിഞ്ഞ് അയാൾ വന്ന ആ വസ്തു വിൽക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റോഡ് അളക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, സാറേ എന്താണ് എൻ്റെ ഈ സ്ഥലം അളക്കുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഈ വസ്തു ഞാനാണ് കരമടയ്ക്കുന്നത്. ഈ വഴി എൻ്റേതാണ്. നിങ്ങൾക്ക് നടക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കഥവാ നടക്കണം, ഈ വീതിയിൽ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറന്നോട്ട് കിടക്കുന്ന വസ്തു എനിക്ക് തരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവാ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇതെൻ്റെ വസ്തുവാണ്. വർഷങ്ങൾ കൊണ്ട് ഞാൻ നടക്കുന്നതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം വാങ്ങിത്തന്ന സ്ഥലമാണ്. ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഈ സ്ഥലം വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് സാറിനെ കാണിക്കണം ഡോക്യുമെൻറ്റ്സ്? അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഇതെൻ്റെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, സമ്മതിക്കില്ല, ഞാൻ ഇത് അളക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മ മാതാവേ, കൃപാസന മാതാവേ, നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ്. ഈ ഉടമ്പടി എടുത്ത മകളെ എന്തിനിങ്ങനെ സങ്കടപ്പെടുത്തുന്നു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആ സമയം എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് വീട്ടിലേക്ക് ഓടി. ഞാൻ 12 മണിക്ക് 2 തിരിയും കത്തിച്ച് ബൈബിൾ തുറന്നു. ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഈശോയെ എന്ന് ചോദിച്ചു. ആ സമയം എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്നു. സുദീർഘനായ സങ്കീർത്തനം 18, വിജയത്തിന്മേൽ കൃതജ്ഞതാസ്തോത്രം. സുദീർഘനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് എനിക്ക് പ്രബലനായ ശത്രുക്കളിൽ നിന്നും
രക്ഷിക്കുന്നു. ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രബലനായ ശത്രുവായാലും എൻ്റെ കർത്താവുണ്ട് എന്നെ രക്ഷിക്കാൻ, എനിക്കിന്ന് മനസ്സിലായി. എന്നിട്ട് എനിക്കിത് വാങ്ങിത്തന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഈ സ്ഥലത്തിന് വേണ്ടി ഇടപെട്ട 2-3 പേര് മരിച്ചുപോയി. പക്ഷേ ഈ സ്ഥലം തന്ന ആൾ കണ്ണൂർ ജീവിച്ചിരിപ്പുണ്ട്. ആ വീട്ടിൽ ആ ഇളയാളുണ്ട്. ഞാൻ ആ അണ്ണനെ വിളിക്കാൻ 2 ദിവസം കൊണ്ട് നോക്കി. 3-ൻ്റെ അന്ന് അദ്ദേഹത്തിനെ കിട്ടി. ഞാൻ പറഞ്ഞു, അണ്ണ എൻ്റെ വഴിയുടെ കാര്യം ഇങ്ങനെ അയാൾ വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വഴിയില്ല എന്ന് പറയുന്നു, എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തന്ന സ്ഥലം വഴിയുടെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേയാൾക്ക് ബാക്കി സ്ഥലം കൊടുത്തത്. നീ എന്തിനു വിഷമിക്കുന്നു? ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചയാളെ വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ ആ വില്ലേജ് ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് പെങ്ങളെ എന്ന് വിളിക്കുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, 3-4 ഇടത്തുനിന്ന് ഫോൺ വരുന്നു. എവിടുന്നാ ഫോൺ വരുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങളുടെ സ്ഥലം ഞാൻ എന്തു പറഞ്ഞു? നിങ്ങളുടെ സ്ഥലം എനിക്ക് വേണ്ട, കുറച്ചും കൂടെ തരാം, ബാ എന്നും പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് റോഡിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടുതൽ സ്ഥലം വേണ്ട, എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന 3 സെൻറ്റ് സ്ഥലം മതി, അത് മതി എനിക്ക്. അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് വാൾ കെട്ടാൻ വേണ്ടി അവിടെ വാനമിട്ടിരുന്നു. വാനം തോണ്ടി വീട്ടിൽ പാറ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നാളെ ഇതിൻ്റെ ബാലൻസ് സ്ഥലം പൊക്കി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര വേണമെങ്കിലും പൊക്കി കെട്ടിക്കോ, കുറച്ചും കൂടി നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ബന്ധുക്കളെ ഞാൻ വിളിച്ച് അന്ന് പിറ്റേന്ന് തന്നെ അദ്ദേഹം തന്നെ വില്ലേജ് ഓഫീസറായതുകൊണ്ട് ടേപ്പ് കയ്യിലുണ്ടായിരുന്നു, അളന്നു തന്നു. പിറ്റേന്ന് 4-5 പേരെ വിളിച്ചു. വീട്ടിൽ പാറ കിടന്നു. ഞാൻ ആ വഴി 2.5 അടി പൊക്കത്തിൽ കെട്ടി അതിൻ്റെ പിറ്റേന്ന് സിമെൻറ്റും മണലും കൊണ്ടത് പൂശി. അന്ന് രാത്രിയിൽ നവംബർ 11-ാം തീയതി കണ്ട കാര്യം നവംബർ 18-ാം തീയതി ഞാൻ അച്ഛൻ്റെ ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഈശോയെ, നീ എനിക്ക് ഈ വലിയ കാര്യം നടത്താൻ വേണ്ടിയാണോ നീ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് എന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ ഓടി വന്നു, എന്താ അമ്മേ? ഞാൻ ചോദിച്ചു, കഴിഞ്ഞ തിങ്കളാഴ്ച നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൾ പറഞ്ഞു, അമ്മേ ഇതിനു വേണ്ടിയായിരുന്നോ? നമ്മൾ റിസൾട്ടല്ലേ പ്രതീക്ഷിച്ചത്. അങ്ങനെ എൻ്റെ ദൈവമാതാവും എൻ്റെ ഈശോയും ആ വലിയൊരു കാര്യം എനിക്ക് നടത്തി തന്നു. ഈശോയെ, നിനക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയം എൻ്റെ കാലിന് ഭയങ്കരമായ വേദനയായിരുന്നു. ഇടത് കാലിന് 7-8 വർഷമായി ഭയങ്കരമായ വേദന. കാല് നിലത്തുറപ്പിക്കാൻ വയ്യ, കാലിന് തേയ്മാനമാണ്, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. വികലാംഗയെ പോലെയാണ് ഞാനിവിടെ നടന്നു വന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ സ്വർഗീയ സുഗന്ധ മുല്ലപ്പൂവിൻ്റെ മണം. അതിനുശേഷം എൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയുകയില്ല. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എന്നും ഇവിടുത്തെ വിശുദ്ധമായ തൈലവും ഉപ്പും ഞാൻ കുരിശ് വരച്ച് എൻ്റെ മുട്ടിൽമേൽ പുരട്ടി. കാല് വയ്യായെങ്കിലും ഞാൻ പെതുക്കെ കുനിഞ്ഞ് ഞാൻ മുട്ടിൽമേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനും നന്മ നിറഞ്ഞ മറിയവും ഞാൻ ചെല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരാഴ്ച കഴിഞ്ഞു എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയുകയില്ല എൻ്റെ കാലിൻ്റെ വേദന. എനിക്ക് 1 വർഷം കഴിഞ്ഞ് ഇന്ന് വരെ ആ വേദന ഞാനൊരു മരുന്ന് പോലും കഴിക്കാതെ എനിക്ക് എൻ്റെ അമ്മ മാതാവും ഈശോയും മാറ്റിത്തന്ന്. എൻ്റെ മറ്റൊരു നിയോഗമാണ് എൻ്റെ മകൻ്റെ കാര്യം. അവൻ ഗൾഫിലാണ്, അവന് നല്ല ജോലിയല്ല. ഞാൻ അതിലെഴുതിയിട്ടു, അമ്മ മാതാവേ, എൻ്റെ മകൻ്റെ ജോലിക്കൊരു ഉയർച്ച നൽകണേ എന്ന്. അതെഴുതി പിറ്റേ മാസം തന്നെ എൻ്റെ മകന് അക്കൗണ്ടൻ്റായി ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ പിറ്റേ മാസം തന്നെ ഉടമ്പടി എടുത്ത പിറ്റേ മാസം, എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. പിറ്റേ മാസം തന്നെ വന്ന് ഞാൻ ബൈബിള് വാങ്ങിച്ചു, ജപമാല വാങ്ങിച്ചു. അറിയാൻ വയ്യാത്ത ഹിന്ദുവായ ഞാൻ എന്നും ജപമാലം ചൊല്ലി പ്രാർത്ഥിക്കും. എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും. ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്നപ്പോൾ നീ സുവിശേഷം പറയാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു, എന്താണ് ഹിന്ദുവായ ഞാനൊരു സുവിശേഷം പറയേണ്ടത്? അറിവുള്ളവരോട് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് കിട്ടിയതിനെ കുട്ടി പറയാനാണ് പറഞ്ഞത്. അന്നു മുതൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. എൻ്റെ കാലുവേദന മാറിയതും എൻ്റെ മകൻ്റെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് എനിക്ക് സപ്ലൈക്കോ ഈ ജോലി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. എനിക്ക് കഴിഞ്ഞ ഓണത്തിന് 10 ദിവസം വീണ്ടും അവിടെ പോകാൻ കഴിഞ്ഞു. ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ തലേന്ന് ഇവിടെ വന്നിരുന്നു. ഞാൻ പത്രം വാങ്ങിക്കും. ആ പത്രവുമായി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു. ഓച്ചറ സപ്ലൈക്കോയി ചെന്നപ്പോൾ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി, അവിടുത്തെ സ്റ്റാഫ് അവിടെ നിന്ന് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്?
അത് ചേച്ചി, ഞാൻ 6 മാസമായി ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ്. എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. അത് നടന്നില്ല. ഇന്നലെ രാത്രിയിൽ എന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇന്ന് സപ്ലൈക്കോയിൽ ഒരാൾ വരും, അവർ പറയുന്നത് പോലെ നീ ചെയ്യൂ, നിൻ്റെ കാര്യം വിജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അപ്പോൾ പറഞ്ഞു, ചേച്ചി, എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഭയങ്കരമായ കടമാണ്. അത് വിറ്റാൽ പോലും 1 സെൻറ്റ് വാങ്ങിക്കാൻ പോലും പറ്റുകയില്ല. ഞാനിനി എന്ത് ചെയ്യണം ചേച്ചി? ചേച്ചിയാണോ ഇതിന് നിയോഗിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല, ചേച്ചിയാണോ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഇച്ചിരി ഉപ്പിട്ടു. ചേച്ചി, ഞങ്ങളുടെ അയലത്തെല്ലാം അടുത്തടുത്ത് വീടുകളാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ്, മകളെ, എന്നെ അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്. രാത്രി 12 മണി എന്ന് പറയുന്ന ഒരു സമയത്ത് അയലത്തുകാരെല്ലാം ഉറങ്ങില്ലേ? ആ സമയത്ത് നീ ഇന്ന് രാത്രി 12 മണിക്ക് നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നീ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എടുത്ത് 2 തിരിയും എടുത്ത് നീ നിൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നീ മണ്ണിൽ 2 തിരി കത്തിക്കണം. പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് നെഞ്ച് വിരിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞതും സ്വർഗസ്ഥനും ചൊല്ലി നീ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, അമ്മ മാതാവേ, ഒരാഴ്ചക്കകത്ത് ഇത് വിറ്റുമാറി തരണം, എനിക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസയും തരണം. എൻ്റെ ചേച്ചി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. ഞാൻ വന്നിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു, അത് വിറ്റുമാറിയാൽ നീയും പറയണം. അങ്ങനെ അവൾ തൈലവും ഉപ്പ് വിട്ട് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചക്കകത്ത് ആ വസ്തു വിറ്റു. അവളുടെ കടം മാറി, 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടി. 1 വർഷത്തേക്ക് ആ ഉടമസ്ഥർ അവർക്കവിടെ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു. ഇങ്ങനെ ഇത്രയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും, പത്രം വാങ്ങിക്കും. ഞാൻ ഈ പത്രം ഞാൻ ഹോസ്പിറ്റൽ എൻ്റെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ വീടിനടുത്ത്, അവിടെ കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും. ഞാൻ കുട്ടികൾ പഠിക്കാൻ പോയിട്ട് വരുന്ന വഴികളിൽ കൊടുക്കും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും. ഇവിടെ ഒരു അമ്മ മാതാവുണ്ട്. അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ആ അമ്മയെല്ലാം മാറ്റിത്തരും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ എല്ലാ മാസവും പ്രേക്ഷിത പ്രവൃത്തിയായി ഞാൻ 10 പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കും, ഹോസ്പിറ്റലിൽ കൊടുക്കും. ഞാൻ ആ ഉണ്ടാക്കുന്ന ഒരു കറിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് ഒരു കറിയിലിടും. ഞാൻ പറയും, എൻ്റെ കർത്താവേ, ഇത് കിട്ടുന്ന ആർക്കാണോ ഇത് യഥാർത്ഥ കൈകളിൽ കിട്ടണം. ഈ ഉപ്പ് ഏതെങ്കിലും രോഗികൾക്ക് അവരുടെ രോഗം സൗഖ്യമാക്കി നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ മാസവും ഞങ്ങളുടെ വീടിൻ്റെ ഹോസ്പിറ്റലിലും പാവപ്പെട്ടവർക്കും ഞാൻ പൊതിച്ചോറ് നൽകും. എൻ്റെ മുമ്പിൽ ആര് സങ്കടപ്പെട്ട് വന്ന് കരഞ്ഞു പറഞ്ഞാലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് ഞാൻ ഒരുപാട് പേരെ ഞാൻ ഈ അമ്മ മാതാവിൻ്റെ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കുകയും വരികയും ചെയ്യുന്നു. ഇത്രയെല്ലാം നല്ല കാര്യങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. പരിശുദ്ധ ദിവ്യ കാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷാനി, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ നിന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് മിനി. ഇപ്പം ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണുള്ളത്. ഞാൻ പഠിച്ചത് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു. 2020 തൊട്ട് 2023 ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17, 2023 എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തിരുന്നു. IELTS എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. UK, കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ IELTSന് എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ 27, 2023 ഉടമ്പടി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, പോയിൻ്റ് 1 മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ UKയും കാനഡയും ഓരോ റൂള് മാറ്റിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം കാട്ടി തന്നു. 27 ഒക്ടോബർ 2023 രാത്രി 9:30 ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 6 മണിയായി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ തലവേദന കാരണം ഞാനിവിടെ അമ്മയുടെ തൈലം എടുത്തതിൻ്റെ നെറ്റിയുടെ 2 സൈഡും തൂക്കുകയുണ്ടായി. അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്, കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരീടം വെച്ച യേശുവിനെയും ഞാൻ കാണാനിടയായി.
ഹസ്ബൻഡ് അത് സ്ക്രീൻഷോട്ട് എടുത്തു. അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര കരച്ചിലും പേടിയോ എന്തൊക്കെയോ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി, ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ ഒരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ ആ മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. കുരിശ്, മാതാവ് ഉണ്ണീശ്വരി ഇങ്ങനെ എടുത്തോട്ട് നിൽക്കുന്നത്, യേശുപ്പച്ചനെയും ഓരോ ഡേറ്റും എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയും ഞാനിങ്ങനെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, ഓരോ അടയാളങ്ങൾ കാട്ടി തരുമ്പോഴും. എന്നാലും എനിക്ക് യൂക്കിലേക്ക് ആരുടെയില്ലേ എനിക്കൊന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചു, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ എല്ലാ അടയാളങ്ങളും എനിക്ക് തന്നു, എന്നിട്ട് എന്താ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. നിൻ്റെ നെറ്റിയിലെ കുരിശ് എവിടെയെന്നും ചോദിച്ചു. പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് 1 ഡിസംബർ 2023 അന്ന് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കൈ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി. അതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാനത് പറയും, റിലേറ്റീവ്സൊക്കെ പറയാനും മറകാന്ന്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്നെ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കരയും. എനിക്കതങ്ങനെ ഇഷ്ടം ഉണ്ടായില്ല. ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കെ, എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. ഞാൻ ഓർത്തഡോക്സിയുടെ വകയിൽ അംഗമാണ്. കെട്ടിച്ചേക്കണത് യാക്കോബായയിലാണ്. കൊന്ത ചൊല്ലാൻ എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ തിരുരക്ത ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുരക്ത ജപമാല ആദ്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് കണ്ടു. ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി. അപ്പോഴും എൻ്റെ കയ്യിലൊരു കട്ട പോലെയാണ് വന്നത്. അത് ഞാൻ ഫോണിലെല്ലാം ഫോട്ടോ എടുത്തു. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഇടയിൽ IELTS എക്സാമിന് മുന്നേ ഞാൻ ജോസഫച്ചനെ കാണാൻ പ്രയറിന് വേണ്ടിയിട്ട് വന്നു. ജോസഫച്ചനെ ഒന്ന് ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. അങ്ങനെ ഞാൻ ജോസഫച്ചനെ കൊണ്ട് കാണിക്കാൻ നേരം IELTS പ്രയറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചു കൊണ്ടേ ഇപ്പോഴും ഇരിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയോ ഇടിക്കുകയൊന്നുമില്ല. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുമ്പസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഡിസംബർ മാസം 11, 2024 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു. ജനുവരി മാസം 29, 2025 ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. എന്തോ എന്നെക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവർക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൃപാസന അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ തൈലം, ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം
കുവൈറ്റിൽ വിസ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ് അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് എനിക്ക് ദൂരെ കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം 12 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട്. ചിലർ റിജക്റ്റ് ചെയ്യും. എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പം കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു.